ശ്രീ പത്മനാഭൻ, ആരോഗ്യമന്ത്രി പറഞ്ഞത് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, സിസ്റ്റത്തിന്റെ ഫെയിലുവർ. ഡോക്ടർ ഹാരിസ് ഇന്നലെ തുറന്നു പറച്ചിൽ നടത്തിയപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു, ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറി ഇത് അറിയിച്ചതാണ്, വർഷം 1 കഴിഞ്ഞു, എന്നിട്ടും പരിഹാരമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഏത് സിസ്റ്റത്തിന്റെ ആയിരുന്നു ഫെയിലുവർ എന്ന് വ്യക്തവുമാണ്. അല്ല, ഈ സംഭവം എന്താ അറിയോ, നമ്മളുടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രയോറിറ്റീസ് എന്താണ്, മുൻഗണന എന്താണ് എന്നതനുസരിച്ചിരിക്കും കാര്യങ്ങളുടെ സുഗമമായ പോക്ക്. ഒരു സർക്കാർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട വിഷയം ഒന്ന് ഭക്ഷ്യസുരക്ഷയാണ്, അത് കഴിഞ്ഞാൽ ആരോഗ്യമാണ്, അത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ഭക്ഷ്യസുരക്ഷ, അടിസ്ഥാന സൗകര്യ വികസനം, അതായത് കുടിവെള്ളം, അതുപോലെ തന്നെ വൈദ്യുതി, ഇതൊക്കെയാണ് സർക്കാരുകൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നാട്ടില് സംസ്ഥാന സർക്കാരിന്റെ ഭാഗ്യമെന്ന് പറയട്ടെ, ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി അവർക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കാരണം അത് കേന്ദ്ര സർക്കാരാണ് അത് നിർവഹിക്കുന്നത്. കേരളം നെല്ല് ഉൽപ്പാദിപ്പിക്കാത്ത സംസ്ഥാനമായതുകൊണ്ട് കൃത്യമായ തോതിൽ അരിയും ഗോതമ്പും എത്തിച്ചു കൊടുക്കേണ്ടതും അത് പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി വിതരണം ചെയ്യേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനല്ല, കേന്ദ്ര സർക്കാർ അത് ഏറ്റെടുത്തിരിക്കുകയാണ്, അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ആരോഗ്യം സംസ്ഥാന സർക്കാരിന്റെ വിഷയമാണ്. സംസ്ഥാന സർക്കാർ ഈ മേഖലയിൽ വലിയ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളുടെ ഒക്കെ സ്ഥിതി ഇതുതന്നെയാണ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല, സ്റ്റാഫില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ, ഇതൊക്കെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഫണ്ട് അലോട്ട്മെന്റിന്റെയും ഫണ്ട് യൂട്ടിലൈസേഷന്റെയും ഒക്കെ പ്രയോറിറ്റിയിൽ മുൻഗണനയിലുള്ള തകരാറാണ്. ഇവിടെ അനാവശ്യമായ ദൂർത്ത്, മന്ത്രിസഭയുടെ വാർഷികം, അതിന്റെ 10ാം വാർഷികം, അതിന്റെ 11ാം വാർഷികം, അതിന് തിരുവനന്തപുരത്ത് മാമാങ്കം, അതിന് ലക്ഷങ്ങള്, കോടികള്, ഫ്ലെക്സ് വെക്കല്, ഇങ്ങനത്തെ ബഹളങ്ങൾ, കോടാനുകോടി രൂപയ്ക്ക് ബസ് വാങ്ങി കേരളം മുഴുവൻ യാത്ര ചെയ്യല്, ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൈസ ചെലവാക്കുന്നത്. നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരാണ് ആശാ വർക്കർമാർ. അവര് ഏതാണ്ട് ഒരു വർഷമായി സമരത്തിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് വേണ്ടി പണം നീക്കിവെക്കാൻ, ഇപ്പൊ പെൻഷൻ മര്യാദയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല, പെൻഡിങ് ആണ് 2-3 മാസം. അപ്പൊ ഈ രീതിയിൽ ഒരു സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ട മേഖലകൾക്ക് മുൻഗണന കൊടുക്കാത്തത് കൊണ്ടാണ്. ഈ ഫണ്ട് യൂട്ടിലൈസേഷന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. അത് കേരളത്തിൽ നടക്കുന്നില്ല. അതാണ് കേരളം നേരിടുന്ന ഒരു പ്രതിസന്ധി. അപ്പൊ സിസ്റ്റത്തിന്റെ തകരാർ. ഹൂ ക്രിയേറ്റ്സ് ദ സിസ്റ്റം, ഹൂ കൺട്രോൾസ് ദ സിസ്റ്റം? ആരാണ് സിസ്റ്റം നിർമ്മിക്കുന്നത്, ആരാണ് സിസ്റ്റം നിയന്ത്രിക്കുന്നത്? അത് ഇവിടുത്തെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമാണ് സിസ്റ്റം നിർമ്മിക്കുന്നതും സിസ്റ്റം നിയന്ത്രിക്കുന്നതും. അപ്പോ അവരുടെ ഭാഗത്തുണ്ടായ പരാജയമാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി സിസ്റ്റത്തിന്റെ പരാജയമാണെന്ന് പറഞ്ഞാൽ അതില് 2ാം പ്രതി ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. 1ാം പ്രതി മുഖ്യമന്ത്രിയാണ്, 2ാം പ്രതി ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന, നിയന്ത്രിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ സംവിധാനം, സിസ്റ്റം പരാജയമായിട്ടുണ്ടെങ്കിൽ അതിന് അവര് മാത്രമാണ് ഉത്തരവാദികൾ, മറ്റാരുമല്ല. അതുകൊണ്ട് ഡോക്ടറെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. നെഞ്ചു പൊട്ടിയിട്ടാണ് ആ ഡോക്ടർ ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് ഇതിൽ ഈഗോ ഒന്നും കാണിക്കണ്ട, കാണിച്ചിട്ട് ഒരു രക്ഷയുമില്ല. അപ്പോ അതുകൊണ്ട് ഈ കാര്യങ്ങൾ, ഈ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ച് വരുന്ന ദിവസങ്ങളിൽ ഈ മേഖലകൾക്ക്, അതായത് സാമൂഹ്യ സുരക്ഷാ മേഖല, ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം, കുടിവെള്ളം, വൈദ്യുതി, റോഡ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ആശാ വർക്കർമാര്, പ്രാഥമിക ആരോഗ്യ ചികിത്സ, ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ഫണ്ട് യൂട്ടിലൈസേഷനും മറ്റ് ശ്രദ്ധയും ചെലുത്തിയാൽ കേരളത്തിന് രക്ഷയുണ്ട്. ഇല്ലെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധിയിലാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.